Dear students, you are welcome to Holy Trinity Education Center. Today we are going to learn Unit 1, Reign of Love, Life with Grandfather, Session 2, 6th Standard, Kerala Syllabus, English Reader. At home, I did not have any friend to play with. വീട്ടിൽ എനിക്ക് കൂടെ കളിക്കാനായിട്ട് ഒരു സുഹൃത്ത് പോലും ഇല്ലായിരുന്നു. Grandfather did not like my going out to play with other children. മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ പോകുന്നത് ഗ്രാൻഡ്ഫാദറിന് ഇഷ്ടമല്ലായിരുന്നു. He believed that I would be spoiled if I did so. അദ്ദേഹം വിശ്വസിച്ചു. He believed, അദ്ദേഹം വിശ്വസിച്ചു. I would be spoiled, made bad. Spoiled means make. Spoil means make bad. അപ്പം ഞാൻ മോശമായി പോകും അല്ലെങ്കിൽ ചീത്തയായി പോകും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ. Other children did not like to come to our house because they were afraid of grandfather. അപ്പം ഗ്രാൻഡ്ഫാദറിനെ പേടിയായതുകൊണ്ട് മറ്റു കുട്ടികൾ രാജയുടെ വീട്ടിലേക്ക് വരില്ലായിരുന്നു. Now we shall learn some of the words with V1, V2 and V3. Play, played, played. Like, liked, liked. Play, കളിക്കുന്നു. Played, കളിച്ചു. V3 പ്ലേയുടെ അർത്ഥം നമുക്ക് അതിൻ്റെ കൂടെ ഏതെങ്കിലും ഹെൽപ്പിംഗ് വെർബ് ചേർത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഹാസ് പ്ലേഡ് കളിച്ചിട്ടുണ്ട്. ഹാഡ് പ്ലേഡ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് V3യുടെ ഉപയോഗമാണ്. അതിൻ്റെ കൂടെ ഹെൽപ്പിംഗ് വെർബ് ചേർത്താൽ മീനിങ് കിട്ടും. ലൈക്ക്, ലൈക്ഡ്, ലൈക്ഡ്. ഇഷ്ടപ്പെട്ടു, ലൈക്ഡ്. ഗോ, വെൻറ്റ്, ഗോൺ. ഗോ പോകുന്നു, വെൻറ്റ് പോയി. ഹാസ് ഗോൺ പോയിട്ടുണ്ട്. ബിലീവ് വിശ്വസിക്കുന്നു. ബിലീവ്ഡ് വിശ്വസിച്ചു. ഹാസ് ബിലീവ്ഡ് അല്ലെങ്കിൽ ഹാവ് ബിലീവ്ഡ് വിശ്വസിച്ചിട്ടുണ്ട്. ഡു ചെയ്യുന്നു. ഡിഡ് ചെയ്തു. ഹാഡ് ഡൺ അല്ലെങ്കിൽ ഹാസ് ഡൺ ചെയ്തിട്ടുണ്ട്. സ്പോയിൽ മോശമാക്കുക അല്ലെങ്കിൽ ചീത്തയാക്കുന്നു. സ്പോയിൽഡ് ചീത്തയാക്കി. ഹാസ് സ്പോയിൽഡ് ചീത്തയാക്കിയിട്ടുണ്ട്. ഇഫ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഓൺ കണ്ടീഷൻ ദാറ്റ്, ആ ഒരു കണ്ടീഷനിൽ അങ്ങനെ അത് സംഭവിക്കുകയാണെങ്കിൽ. സോ മീൻസ് ലൈക്ക് ദാറ്റ്. ബിലീവ്ഡിൻ്റെ സ്പെല്ലിംഗ് നോക്കുക. BELIEVED. അപ്പം LIE ആണ്, ശ്രദ്ധിക്കുക. EI അല്ല, IE. Yet life with grandfather was not dull. അപ്പോൾ കൂട്ടുകാരൊന്നുമില്ല. ഗ്രാൻഡ്ഫാദർ കൂട്ടുകാരുടെ അടുത്തേക്ക് കളിക്കാൻ വിടത്തുമില്ല. എന്നാലും അവൻ്റെ ജീവിതം, ഗ്രാൻഡ്ഫാദറുമൊത്തുള്ള ജീവിതം ഒരു അൺഇൻട്രസ്റ്റിംഗ് അല്ല. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഒരു ലാക്കിംഗ് ഇൻട്രസ്റ്റ്. ഡൾ മീൻസ് ലാക്കിംഗ് ഇൻട്രസ്റ്റ്. ബോറിങ് അല്ലെന്ന് വെച്ചാൽ ബോറിങ്, ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത. പക്ഷേ ഇവൻ്റെ ലൈഫ് എന്താണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഹിസ് ലൈഫ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. I liked my home and the very large garden all around it. വീട് ഇഷ്ടമായിരുന്നു. വീടിൻ്റെ ചുറ്റുപാടും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനും ഒരു വലിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. There were many trees in the garden. ഗാർഡനിൽ ഒത്തിരി മരങ്ങളുണ്ടായിരുന്നു. Coconut trees, mango trees and other kinds of trees. അപ്പം തെങ്ങുണ്ടായിരുന്നു, മാവുണ്ടായിരുന്നു, പിന്നെ മറ്റു തരത്തിലുള്ള മരങ്ങളുണ്ടായിരുന്നു. There were birds
ബട്ടർഫ്ലൈസ് ആൻഡ് ഹണി ബീസ്, പക്ഷികളും ചിത്രശലഭങ്ങളും തേനീച്ചകളും ഉണ്ടായിരുന്നു. There were many tanks. ടാങ്ക് എന്ന് വെച്ചാൽ പോണ്ട് എന്നാണ് അർത്ഥം. കുളങ്ങളുണ്ടായിരുന്നു. വിത്ത് പ്ലെൻറ്റി ഓഫ് ഫിഷ് ഇൻ ദം. ഒത്തിരി പ്ലെൻറ്റി എന്ന് വെച്ചാൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫിഷ് ഇൻ ദം. ഒത്തിരി വളരെയധികം മീനുകളുണ്ടായിരുന്നു. ഫിഷ് എന്ന് പറഞ്ഞ വാക്ക്, മീനുകൾ എന്ന് പറഞ്ഞ വാക്കിന് നമുക്ക് ഫിഷ് എന്ന് ഉപയോഗിക്കാം. കാരണം മീനുകൾ എന്ന് പറഞ്ഞാലും ഫിഷാണ്, ഒരു മീൻ എന്ന് പറഞ്ഞാലും ഫിഷാണ്. അതിന് പ്ലൂറൽ ഫോം സാധാരണയായിട്ട് ഫിഷസ് എന്ന് പറഞ്ഞ പ്ലൂറൽ ഫോം സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. കിങ്ഫിഷേഴ്സ്, സ്റ്റോക്സ് ആൻഡ് അതർ ബേർഡ്സ് കെയിം ടു ദ ടാങ്ക്സ് ടു ക്യാച്ച് ദ ഫിഷ്. മീൻ പിടിക്കാൻ വേണ്ടി കിങ്ഫിഷേഴ്സ് വരുമായിരുന്നു, പൊന്മാൻ. സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ കൊക്കുകൾ. ആൻഡ് മറ്റ് വാട്ടർ ബേർഡ്സ്, ജലാശയങ്ങളിൽ വരുന്ന, വെള്ളത്തിൽ ഉള്ള ബേർഡ്സ്, പക്ഷികൾ, ജലപക്ഷികൾ വരുമായിരുന്നു. കെയിം ടു ദ ടാങ്ക്സ് ടു, എന്തിനാണ് വരുന്നത്? ടു ക്യാച്ച് ഫിഷ്. യൂസ് ഓഫ് ദെയർ വെയർ. ഇപ്പം ദെയർ വെയർ എന്ന് പറഞ്ഞ് വാക്ക് വെച്ചിട്ട് ചില കാര്യങ്ങൾ, ചില സെൻറ്റൻസുകൾ തുടങ്ങിയിട്ടുണ്ട് ദെയർ വെയർ കൊണ്ട്. ദെയർ വെയർ മെനി ട്രീസ് ഇൻ ദ ഗാർഡൻ. അവിടെ ഉണ്ടായിരുന്നു. ദെയർ വെയർ എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്നു. ദെയർ വെയർ ബേർഡ്സ്, പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു. ദെയർ വെയർ മെനി ടാങ്ക്സ്, കുളങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ദെയർ വെയർ വെച്ച് മറ്റ് സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ദെയർ വെയർ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ദെയർ വെയർ നോ ടീച്ചേഴ്സ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ കുട്ടികളുണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഇല്ലായിരുന്നു. ദെയർ വെയർ ദ പോലീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ദെയർ വെയർ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു. ഫിഷ് എന്ന് പറഞ്ഞ വാക്ക് ഐ കോട്ട് 3 ഫിഷ് എന്നേ പറയത്തുള്ളൂ. ഐ കോട്ട് 3 ഫിഷസ് എന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം മീനുകളെന്ന് പറഞ്ഞാലും ഫിഷാണ്, മീനെന്ന് പറഞ്ഞാലും ഫിഷാണ്. അത് പ്ലൂറൽ ഫോം ആയിട്ട് സാധാരണ ഉപയോഗിക്കാറില്ല. പിന്നെ ഫിഷസ് എന്ന് പറഞ്ഞത് അപൂർവമായിട്ട് ഉപയോഗിക്കാറുണ്ട്. മോർ ദാൻ 1 സ്പീഷീസ് ഓഫ് ഫിഷ് എന്ന് വെച്ചാൽ പല വർഗങ്ങളിൽപ്പെട്ട, പല തരത്തിൽപ്പെട്ട മീനുകളെയാണ് ഫിഷസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ വെന്റ് ടു ദ അക്വേറിയം ആൻഡ് സൗ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിഷസ് എന്ന് പറയാം. അതുപോലെ ഒരു വാക്കാണ് പീപ്പിൾസ്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി പ്ലൂറലാണ്. പീപ്പിൾസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെയുള്ള വേരിയസ് കൈൻഡ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിനെയാണ് പീപ്പിൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു പിക്ചർ കാണുകയാണ്. എന്താണ് രാജ അവിടെ നേച്ചറുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്, ഇന്ററാക്ഷൻ വിത്ത് nature. He was happy with nature even though his grandfather did not allow friends. Then the picture of kingfisher you can see, അത് എപ്പോഴും മീൻ പിടിച്ച് ജീവിക്കുന്ന ജീവിയാണ് കിങ്ഫിഷർ, ഒരു മത്സ്യത്തൊഴിലാളിയാണ്. then swan അരയന്നം is a water bird. Stork is a water bird. Stork എന്ന് പറഞ്ഞാൽ കൊക്ക്. കൊക്കും ഒരു വാട്ടർ ബേർഡാണ്. ഇൻ എ കോർണർ ഓഫ് ദ കോമ്പൗണ്ട് വാസ് എ ഗ്രൂവ്. അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ മൂലയിൽ ഒരു ഗ്രൂവ് ഉണ്ടായിരുന്നു. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലെങ്കിൽ ടെറിറ്ററി. സ്മോൾ വുഡ്. അപ്പോൾ ഗ്രൂവ് എന്ന് പറഞ്ഞാൽ സ്മോൾ വുഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ട്രീസ്, ചെറിയൊരു കാട് അല്ലെങ്കിൽ മരങ്ങളുടെ മരക്കൂട്ടം അല്ലെങ്കിൽ ചെറിയ കാടിനെയാണ് ഗ്രൂവ് എന്ന് പറയുന്നത്. വേർ ട്രീസ്, shrubs and creepers grew wild. അവിടെ shrubs എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റിച്ചെടികൾ. ബുഷ് എന്ന് പറയും. ബുഷ്, ബിറ്റിങ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ വളച്ചു കെട്ടി പറയുന്നതിനാണ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ് എന്ന് പറയുന്നത്. അപ്പോൾ ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി. ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഗ്രോയിങ് അലോങ് ദ ഗ്രൗണ്ട് ഓർ വാൾ. അപ്പം തറ പറ്റി വളരുന്ന സസ്യങ്ങളെയാണ്
വള്ളികളുള്ള വള്ളിച്ചെടികളെയാണ് ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. അത് ഭിത്തിയിലുമൊക്കെ വലിഞ്ഞു കയറുന്ന എന്താണ് സസ്യങ്ങളാണ് ക്രീപ്പേഴ്സ് എന്ന് പറയും. ഗ്രൂ വൈൽഡ്. അപ്പം ഇങ്ങനെയുള്ള കുറ്റിച്ചെടിയും ക്രീപ്പേഴ്സും ഒക്കെ വളരെ വൈൽഡായിട്ട്, വളരെ ഒരു കൺട്രോളും ഇല്ലാതെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അൺടൈംഡ് ജക്കോൾസ്, മങ്കൂസസ്, വൈൽഡ് കാറ്റ്സ്. അപ്പോൾ അവിടുത്തെ അവിടെ ജക്കോൾസ് ഉണ്ടായിരുന്നു. ജക്കോൾസ് എന്ന് വെച്ചാൽ കുറുക്കൻ. മങ്കൂസസ് കീരി, പാമ്പിനെ തിന്നുന്ന, പാമ്പിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കീരി ഉണ്ടായിരുന്നു. വൈൽഡ് കാറ്റ്സ്, കാട്ടുപൂച്ചകൾ ഉണ്ടായിരുന്നു. വൈൽഡ് എന്ന് വെച്ചാൽ അൺടൈംഡ്, നമ്മുടെ ഇണക്കി വളർത്താത്ത കാറ്റ്സ് ഉണ്ടായിരുന്നു. ഔൾസ്, മൂങ്ങകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂവിലെ അന്തേവാസികളാണ് ജക്കോൾസ്, മങ്കൂസസ് ആൻഡ് കാറ്റ്സ് ആൻഡ് ഔൾസ്. വി ഹാഡ് മെനി കൗസ്. അപ്പോൾ വീട്ടിൽ മറ്റ് ജീവികളുണ്ടായിരുന്നു, മറ്റ് മൃഗങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ വളർത്തിയ കൗസ് ഉണ്ടായിരുന്നു, പശുക്കളുണ്ടായിരുന്നു. ബുൾസ്, കാളകൾ. ബുള്ളക്സ് എന്ന് വെച്ചാൽ വണ്ടിക്കാളകൾ, ബുള്ളക്സ് ഉണ്ടായിരുന്നു. ലിറ്റിൽ കാപ്സ് പ്ലേഡ് ആൻഡ് റാൻ അബൌട്ട് ഇൻ അവർ ഗാർഡൻ. അപ്പം ലിറ്റിൽ കുഞ്ഞ് കന്ന് കുട്ടികൾ അല്ലെങ്കിൽ പശുക്കിടാങ്ങൾ അവിടെ ഓടി ചാടി നടക്കുമായിരുന്നു. റാൻ അബൌട്ട് എന്ന് വെച്ചാൽ അവിടെ ഓടി നടക്കുക. റാൻ അറൗണ്ട്, ചുറ്റുപാടും ഓടി നടക്കുന്നതിനാണ് റാൻ അബൌട്ട് അല്ലെങ്കിൽ റാൻ അറൗണ്ട്. കാഫ് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി. കാപ്സ് എന്ന് പറയുമ്പോൾ പശുക്കുട്ടികൾ. അപ്പം അതിൻ്റെ പ്ലൂറൽ ഫോം എഫ് മാറ്റിയിട്ട് VES ചേർക്കും. കാഫ് എന്ന് പറഞ്ഞതിൻ്റെ പ്ലൂറൽ കാഫ്സ് ആണ്. അത് എഫ് മാറ്റിയിട്ട് VES ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ജക്കോളിൻ്റെ പിക്ചർ നമുക്ക് കാണാം. ജക്കോള്, കുറുക്കൻ. ദെൻ ബുള്ളക്ക്, വണ്ടിക്കാൾ. മങ്കൂസ് we can see with a snake. Then owl, മൂങ്ങ. I liked to play with the calves and I liked to watch the birds in the garden. അപ്പം അവിടുത്തെ പക്ഷികളെ കാണുന്നത് എനിക്കിഷ്ടമായിരുന്നു. അതുപോലെ കന്നുകുട്ടികളോടൊപ്പം ഞാൻ കളിക്കുമായിരുന്നു. I looked for jackals coming out of the grove. അപ്പോൾ ജക്കോൾസിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്, അപൂർവമായിട്ടേ കാണത്തുള്ളൂ. പക്ഷെ ഇതിനു വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ആ മരക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ഈ ജക്കോൾ പുറത്തു വരുന്നത് ഈ കുട്ടി നോക്കി നിൽക്കുമായിരുന്നു. ഐ റാൻ ആഫ്റ്റർ മങ്കൂസസ്. കീരിയെ കണ്ടാൽ ഞാൻ കീരിയുടെ പുറകിൽ ഓടുമായിരുന്നു. ഐ കാട്ട് ദ ബട്ടർഫ്ലൈസിനെ ഞാൻ പിടിക്കുമായിരുന്നു. ആൻഡ് റെപ്റ്റൈൽസിനെയും പിടിക്കും. പല്ലിയും അതുപോലെ ഉള്ള ഇഴജന്തുക്കളെയാണ് റെപ്റ്റൈൽസിനെയൊക്കെ അവൻ പിടിക്കുമായിരുന്നു. ഇപ്പോൾ റെപ്റ്റൈൽസിൻ്റെ പിക്ചേഴ്സ് നമുക്ക് കാണാം, ഇഴജന്തുക്കളുടെ പിക്ചേഴ്സ് നമുക്ക് കാണാം. റെപ്റ്റൈൽസ് ആർ കെമലിയൻസ് എന്ന് വെച്ചാൽ ഓന്ത്, സ്നേക്ക്, ക്രോക്കഡൈൽ എന്ന് വെച്ചാൽ മുതല, ടേർട്ടിൽ എന്ന് പറയുമ്പോൾ എന്താണ്? കടലാമയാണ് ടേർട്ടിൽ. ടോർട്ടോയ്സ് എന്ന് വായിക്കരുത്, ടോർട്ടസ് എന്ന് പറഞ്ഞാൽ കരയാമ. ദെൻ ഡൈനസോർ, വലിയ ഡൈനസോർ പോലും അതൊരു ഇഴജന്തുവാണ്. ദെൻ ലിസാർഡ്, പല്ലി. ഇഗ്വാന, അമേരിക്കയിൽ കാണുന്ന ഒരു തരം പല്ലിയാണ് ഇഗ്വാന. പല്ലിയല്ല, ഓന്താണ് ഇഗ്വാന. അതുപോലെ ഫ്രോഗ് ഓൾസോ ഇസ് എ റെപ്റ്റൈൽ. ഇറ്റ് വാസ് എൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. അതൊരു വൈകുന്നേര സമയമാണ്, ഒരു ശക്തമായ മഴ കഴിഞ്ഞ സമയമാണ്. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ് അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ. വാട്ട് വാസ് ഗ്രാൻഡ് ഫാദർ ഡൂയിങ്? ഹി വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ്. അപ്പം അദ്ദേഹം പൂക്കൾ പറക്കിയെടുക്കുകയാണ്. ജാസ്മിൻ, മുല്ലപ്പൂക്കൾ ജാസ്മിൻ ബുഷിൻ്റെ അടിയിൽ വീണ് കിടക്കുകയാണ്. കാരണം ശക്തമായ മഴ പെയ്യപ്പോൾ ഒത്തിരി മുല്ലപ്പൂക്കൾ താഴെ വീണു. ഈ ജാസ്മിൻ ബുഷ് എവിടെയാണ് നിൽക്കുന്നത്? അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ, ചന്ദനമരത്തിൻ്റെ താഴെയാണ് ഈ ജാസ്മിൻ ബുഷ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദനമരം ആണ് മഴവെള്ളത്താൽ നിറഞ്ഞു നിൽക്കുകയാണ്. ദ ലീവ്സ് ഓഫ് ദ ട്രീ വെയർ ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ്. അപ്പോൾ ചന്ദനമരത്തിൻ്റെ ഇലകൾ മൊത്തം
മഴത്തുള്ളികളാൽ നിറഞ്ഞിരിക്കുകയാണ്. അതൊന്ന് കുലുക്കി താഴെ ഒത്തിരി മഴത്തുള്ളികൾ താഴെ വീഴും. I knew I could make rain if I shook the tree and the grandfather and I would get a good shower. എന്താണ്, ഞാനൊരു ആ മരമൊന്ന് കുലുക്കിക്കഴിഞ്ഞാൽ എനിക്ക് മഴ പെയ്യിക്കാനായിട്ട് കഴിയും. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കുസൃതിയാണ്, കുഞ്ഞിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് മഴ പെയ്യിക്കുക, മറ്റുള്ളവരെ മഴയത്ത് നനയിപ്പിക്കുക, ഇങ്ങനെ മരം കുലുക്കിയൊക്കെ മറ്റുള്ളവരെ നനയിക്കുക. അതൊരു നമ്മുടെ ഒരു രസമായിട്ട് ചെയ്യുന്ന കാര്യം. അതുപോലെ ഈ കുട്ടിക്കും കുസൃതിയായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഗ്രാൻഡ് ഫാദറിനെയും അവനെ തന്നെയും കുളിപ്പിക്കാൻ പോവുകയാണ്. അപ്പം അവൻ വിചാരിക്കുകയാണ്, ഐ ന്യൂ ഐ കുഡ് മേക്ക് റെയിൻ ഇഫ് ഐ ഷുക്ക് ദ ട്രീ. അപ്പോൾ എനിക്ക് മഴ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ആ മരം കുലുക്കിയാൽ. ഗ്രാൻഡ് ഫാദർ ഇവിടെ നനയും. ഐ ലൈക്ക് ബെയ്തിങ് ഇൻ ദ റെയിൻ. അപ്പം മഴയത്ത് കുളിക്കുന്നത് എനിക്കിഷ്ടമാണ്. ബാത്തിങ് എന്ന് വായിക്കരുത്, ബെയ്തിങ് ഇൻ ദ റെയിൻ. ബെയ്തിങ് ഇൻ ദ റിവർ, റിവറിൽ കുളിക്കുക. ബെയ്തിങ് ഇൻ ദ സീ, കടലിൽ കുളിക്കുക. അപ്പോൾ ബെയ്തിങ് എന്ന് പറഞ്ഞ വാക്ക് മഴയത്ത് കുളിക്കുക. സാധാരണ ടേക്ക് ബാത്ത് എന്ന് പറയും. കുളിക്കുക എന്ന് പറഞ്ഞാൽ ടേക്ക് ബാത്ത്. പക്ഷേ ബെയ്തിങ് എന്ന് പറയുമ്പം മഴയത്ത് കുളിക്കുക, കടലിൽ കുളിക്കുക, പുഴയിൽ കുളിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു വാക്കാണ് ബെയ്തിങ്. ബട്ട് ഹി മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒത്തിരി പ്രായമായവർക്ക് ഇങ്ങനെ കുസൃതി ഇഷ്ടമല്ല, എപ്പോഴും നനയുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഗ്രാൻഡ് ഫാദർ മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. ഗ്രാൻഡ് ഫാദർ ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഇല്ല. എന്നാലും അവൻ എന്താണ്, സാധാരണ അവന് കുഴപ്പമില്ല. ബട്ട് ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഫൺ. അപ്പോൾ അതൊരു തമാശയായിട്ട് മാറും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇഫ് വെച്ചുള്ള 2-3 സെൻറ്റൻസസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇഫ് ഐ ഷെയ്ക്ക് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. ഞാൻ ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിൽ, ഞാൻ കുലുക്കുകയാണെങ്കിൽ, ആ മരം കുലുക്കുകയാണെങ്കിൽ എനിക്കൊരു നല്ല മഴ കിട്ടും. ഇഫ് ഐ ഷൂക്ക്, അതിൻ്റെ പാസ്റ്റാണ്, ആ സെൻറ്റൻസിൻ്റെ മൊത്തത്തിൽ പാസ്റ്റാക്കുകയാണ്. അപ്പോൾ അവിടെ ഷെയ്ക്കിനെ നമ്മൾ ഷൂക്കാക്കി. വിൽ ഗെറ്റ് എന്തായിട്ട് മാറി? വുഡ് ഗെറ്റ് ആയിട്ട് മാറി. അപ്പം ഇഫ് ഐ ഷൂക്ക് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. ഞാൻ കുലുക്കിയിരുന്നെങ്കിൽ എനിക്ക് ഒരു നല്ല മഴ കിട്ടുമായിരുന്നു. ഇഫ് ഐ ഹാഡ് ഷെയ്ക്കൺ ഐ വുഡ് ഹാവ് ഗോട്ട് എ ഗുഡ് ഷവർ. അപ്പോൾ അതിന് വീണ്ടും പാസ്റ്റ് ആക്കുകയാണ്. ഷൂക്കിനെ നമ്മൾ ഹാഡ് ഷെയ്ക്കൺ ആക്കി. വുഡ് ഗെറ്റിനെ വുഡ് ഹാവ് ഗോട്ട് ആക്കി മാറ്റി. അപ്പോൾ ഇഫ് ഐ ഹാഡ് ഷെയ്ക്കൺ ഐ വുഡ് ഹാവ് ഗോട്ട് എ ഗുഡ് ഷവർ. ഈ സെൻറ്റൻസുകൾ കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതുപോലെ സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കുക. ഇഫ് യു കം ഐ വിൽ ഗീവ്. നീ വന്നാൽ ഞാൻ തരാം. ഇഫ് യു, അതിൻ്റെ പാസ്റ്റ് എന്താണ്? ഇഫ് യു കെയിം ഐ വുഡ് ഗീവ്. നീ വന്നിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു. ഇഫ് യു ഹാഡ് കം, മൂന്നാമത്തെ ഫോം. ഇഫ് യു ഹാഡ് കം ഐ വുഡ് ഹാവ് ഗിവൺ. അതുപോലൊരു സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇഫ് വെച്ചുള്ള ഒത്തിരി സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇഫ് ക്ലോസ്. So I quietly went near the sandalwood tree and shook it with all my strength. അപ്പോൾ പതുക്കെയൊന്നുമല്ല കുലുക്കിയത്, വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. എൻ്റെ സകല ശക്തിയും ഉപയോഗിച്ചാണ് ഞാനത് കുലുക്കിയത്. അപ്പോൾ അതിനകത്തുള്ള മൊത്തം വെള്ളവും അപ്പൂപ്പൻ്റെ തലയിൽ വീണു. ക്വയറ്റ്ലി വെൻ്റ്, അപ്പൂപ്പൻ അറിയാതെ പതുക്കെയാണ് ഞാൻ ചെന്നത്. പതുക്കെ ചെന്നിട്ട് ക്വയറ്റ്ലി വെൻ്റ് എന്ന് വെച്ചാൽ പതുക്കെ പോയി. ആൻഡ് നിയർ ദ സാൻഡൽവുഡ് ട്രീ ആൻഡ് ഷൂക്ക് ഇറ്റ്. പതുക്കെ ചെന്ന് കുലുക്കി. വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്, എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച്. There was heavy shower and both grandfather and I were soaked. അപ്പോൾ ഒരു വലിയ മഴ വീണ്ടും പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മരം പെയ്യും എന്ന് പറയും. അതുപോലെ ഈ ചെറുക്കനാണെങ്കിൽ മരത്തെ പെയ്യിപ്പിച്ചു. ബോത്ത് ഗ്രാൻഡ്ഫാദർ ആൻഡ് ഐ വെയർ സോക്ഡ്. സോക്ക് മീൻസ് മേക്ക് വെറ്റ്, മെയ്ഡ് വെറ്റ്, നനഞ്ഞു. മേക്ക് വെറ്റ് എന്ന് വെച്ചാൽ നനയ്ക്കുക. മെയ്ഡ് വെറ്റ്, നനച്ചു. ഐ വെയർ വെറ്റ്. ഐ ലവ്ഡ് ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ ഇഷ്ടപ്പെട്ടില്ല. ഹി ടേൺഡ് ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. ഐ വാസ് ഷുവർ ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. എനിക്ക് ഉറപ്പായിരുന്നു അദ്ദേഹം എന്നെ പിടിച്ച് അടിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പം ഞാൻ എന്ത് ചെയ്തു? സോ ഐ റാൻ. ഈ റാൻ ആഫ്റ്റർ മീ.
ഞാൻ ഓടി, അദ്ദേഹം എൻ്റെ പുറകിനോടി. ഐ റാൻ ഫാസ്റ്റ്, ബട്ട് ഹീ റാൻ ഫാസ്റ്റർ. ഇപ്പോൾ ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ് എന്നിവ ഒരു ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. അപ്പോൾ ഐ റാൻ ഫാസ്റ്റ്, ബട്ട് മൈ ഗ്രാൻഡ് ഫാദർ റാൻ ഫാസ്റ്റർ. എന്നേക്കാളും ഫാസ്റ്റായിട്ട് ആര് മൂവ് ചെയ്തു? ഗ്രാൻഡ് ഫാദർ. ആൻഡ് he had almost caught me when he stumbled and fell. അപ്പോൾ എന്നെ പിടിക്കാറായപ്പോഴത്തേന് എന്ത് പറ്റി? ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഭാഗ്യത്തിന് ഗ്രാൻഡ് ഫാദർ മറിഞ്ഞു വീണു. ഓൾമോസ്റ്റ് മീൻസ് വെരി നിയർലി, തൊട്ടടുത്തെത്തി. മിക്കവാറും പിടിക്കാൻ പോകുമായിരുന്നു. ട്രിപ്പ്, സ്റ്റംബിൾ എന്ന് വെച്ചാൽ ട്രിപ്പ്, അല്ലെങ്കിൽ ലൂസ് ബാലൻസ്. ട്രിപ്പ് എന്ന് വെച്ചാൽ തട്ടിമറിഞ്ഞ് വീഴുന്നതിനാണ് ട്രിപ്പ്. എന്തെങ്കിലും തടസ്സം വെച്ചിരിക്കുന്നു, അതിൽ മറിഞ്ഞ് വീഴാൻ പോകുന്നതിനാണ് ട്രിപ്പ് എന്ന് പറയുന്നത്. ലൂസ് ബാലൻസ്, ബാലൻസ് നഷ്ടപ്പെടുക. ഓൾമോസ്റ്റ് ഫോൾ, ഏകദേശം വീഴാൻ പോകുന്ന അവസ്ഥയിലാണ്. കാലിടറുക എന്നൊക്കെ പറയാം, സ്റ്റംബിൾ. അപ്പോൾ അദ്ദേഹം കാലിടറി വീണു. ഫെൽ എന്ന് വെച്ചാൽ ഫോളിൻ്റെ പാസ്റ്റാണ് ഫെൽ, വീണു. ഐ റാൻ അവേ ടു ദ പാഡി ഫീൽഡ്സ്. അപ്പോൾ അദ്ദേഹം വീഴുന്നത് കൂടുതൽ ദേഷ്യം വരും. മഴവെള്ളം, അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ മഴയത്ത് കുളിപ്പിച്ചിരിക്കുകയാണ്, അതുപോലെ മറിഞ്ഞു വീണു, വയസ്സായ ഒരാളെ മറിച്ചിട്ടു. ഐ റാൻ അവേ ടു ദ പാഡി ഫീൽഡ്സ്. പാഡി ഫീൽഡ്സ് നെൽപ്പാടം, റൈസ് ഫീൽഡ്സിലേക്ക് പോയി. ആൻഡ് ഹിഡ് മൈസെൽഫ് ദെയർ. അപ്പോൾ അവിടെ ഒളിച്ചിരുന്നു. ഗ്രാൻഡ് ഫാദറിൻ്റെ കൈ കിട്ടിയാൽ കാര്യം പോക്കാം. അപ്പോൾ ഹിഡ് മൈസെൽഫ് ദെയർ. ഹിഡ് എന്ന് പറഞ്ഞാൽ, ഹൈഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ പാസ്റ്റാണ് ഹിഡ്, ഒളിച്ചു. ഹൈഡ് ഒളിക്കുന്നു, ഹിഡ് ഒളിച്ചു. അപ്പോൾ ഹിഡൻ, ഐ ഹാഡ് ഹിഡൻ, ഞാൻ ഒളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ V3 ഫോമാണ്. ഹിയർ, ഐ ഹേർഡ് ഗ്രാൻഡ് ഫാദർ ഷൗട്ട് ദാറ്റ് ഹി വുഡ് ടീച്ച് മീ എ ലെസൺ. ഐ ഹേർഡ് എന്ന് വെച്ചാൽ ഹിയറിൻ്റെ പാസ്റ്റാണ്. ഹിയർ ഹേർഡ്, അവിടെ V3 നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ ഹേർഡ് തന്നെയാണ് V3. അപ്പോൾ ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു, ഹേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു. എന്ത് കേട്ടു? ഗ്രാൻഡ് ഫാദർ ഷൗട്ട് ചെയ്യുന്നത് കേട്ടു. എന്താ പറഞ്ഞത്? ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഷൗട്ട് ചെയ്യുന്നത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഹി വുഡ് ടീച്ച് മീ എ ലെസൺ, നിന്നെ ഒരു പാഠം പഠിപ്പിക്കൂടാന്ന് വിളിച്ചു പറയുന്നത് കേട്ടോ. വെൻ ഐ കെയിം ബാക്ക് ഹോം, നീ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ. അപ്പം എന്താണ്, ഈ രാജ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവന് പേടിയായിപ്പോയി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് V1, V2, V3 നോക്കാം. ഫോൾ, ഫെൽ, ഫോളൻ, ഇത് കാണാതെ പഠിക്കാനുള്ളതാണ്. ഹൈഡ്, ഹിഡ്, ഹിഡൻ. ഹൈഡ് ഒളിക്കുന്നു, ഹിഡ് ഒളിച്ചു. ഹാസ് ഹിഡൻ, ഒളിച്ചിട്ടുണ്ട്. ഹാഡ് ഹിഡൻ, ഒളിച്ചിട്ടുണ്ടായിരുന്നു. ഹിയർ ഹേർഡ്. ബീറ്റ്, ബീറ്റൺ. ഹിയർ കേൾക്കുന്നു, ഹേർഡ് കേട്ടു. ബീറ്റ് അടിക്കുന്നു, ബീറ്റ് അടിച്ചു. കാരണം ബീറ്റിൻ്റെ V1ഉം V2ഉം സെയിം ആണ്, അതുകൊണ്ടാണ് ബീറ്റ്, ബീറ്റൺ. ആദ്യത്തേതും രണ്ടാമത്തെയും സെയിം ആണ്. ബീറ്റ്, ബീറ്റൺ. അപ്പം അടിക്കുന്നു, അടിച്ചു എന്ന് പറഞ്ഞാലും ബീറ്റ് തന്നെയാണ്. അപ്പം ഗ്രാൻഡ് ഫാദറിനെ കുളിപ്പിക്കുന്ന ഒരു പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും. ആ ചന്ദന മരം കുലുക്കുന്നു. I did not want to go home because I feared grandfather. ഗ്രാൻഡ്ഫാദറിനെ പേടിയായിരുന്നു. ഗ്രാൻഡ്ഫാദർ വുഡ് ബീറ്റ് മീ. ഗ്രാൻഡ്ഫാദർ എന്നെ അടിക്കുമായിരുന്നു. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദ ഫീൽഡ്സ്. ഞാൻ ആ നെൽപ്പാടത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു, അവിടെ തന്നെ നിന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. പക്ഷേ എന്താണ്, ഈവനിങ് ടൈമാണ്, കുറച്ചുകൂടി ഇരുട്ടി തുടങ്ങി. ഐ വാസ് ഫ്രൈറ്റൻഡ്, ഐ വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദെയർ എലോൺ ഇൻ ദ ഡാർക്ക്നെസ്. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ നെൽപ്പാടത്തിൽ ആരും കാണത്തില്ല. അപ്പം നെൽപ്പാടത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായിപ്പോയി. ഐ റിമെമ്പേർഡ്, എലോൺ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്, ലോൺ. എഫ്രൈഡ് എന്ന് വെച്ചാൽ ഫ്രൈറ്റൻഡ്. ലോൺ, ബൈ വൺ സെൽഫ്. എലോൺ എന്ന് വെച്ചാൽ ലോൺ ഓർ ബൈ വൺ സെൽഫ്, ഒറ്റയ്ക്കായിരിക്കുക. എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കായിരിക്കുക, ലോൺ എന്ന് പറഞ്ഞാലും ഒറ്റയ്ക്കായിരിക്കുക. ഐ റിമെമ്പേർഡ് ഓൾ ദ ഗോസ്റ്റ് സ്റ്റോറീസ്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമുക്ക് ഗോസ്റ്റ് സ്റ്റോറീസ്, പ്രേതകഥകൾ. പ്രേതത്തിൻ്റെ വേറൊരു വാക്കാണ് ഗോസ്റ്റ്. അപ്പോൾ ഐ റിമെമ്പേർഡ് ഓൾ ദ ഗോസ്റ്റ് സ്റ്റോറീസ് ഐ ഹാഡ് ഹേർഡ്. അപ്പോൾ കുഞ്ഞിലെ പലരും പല പ്രേതകഥകളും നമ്മളെ കേൾപ്പിക്കാറുണ്ട്. അത് നമ്മുടെ ഓർമ്മ വരുന്നത് നമ്മളിപ്പോൾ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴായിരിക്കും.
ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കുമ്പോഴായിരിക്കും. അങ്ങനെ ഇവനും പേടി തോന്നി. ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ദെൻ റാൻ ടുവേർഡ്സ് ഹോം. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം അവിടെ നിന്ന് ആ പ്രേതത്തെ പേടിക്കേണ്ടി വരും. അപ്പോൾ ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റുപാട് നോക്കിയിട്ട് വീട്ടിലേക്ക് ഓടി. ഇറ്റ് വാസ് സ്റ്റിൽ ഐ വാസ് സ്റ്റിൽ afraid to face ഗ്രാൻഡ് ഫാദറിനെ ഫേസ് ചെയ്യാൻ വീണ്ടും പേടിയായിരുന്നു. അപ്പം ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ, നെൽപ്പാടത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രേതത്തെ പേടിച്ചു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിനെ പേടിയായിരുന്നു. സോ ഐ ഡിഡ് നോട്ട് ഗോ ഇൻസൈഡ് ദ ഹൗസ്. വീടിനകത്തേക്ക് പോകാനായിട്ട് ഗ്രാൻഡ് ഫാദറിന് പേടിയായതുകൊണ്ട് വീട്ടിൻ്റെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. ഐ വെൻ ടു ദ കൗഷഡ് ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ദ ലോഫ്റ്റ്. അപ്പം എവിടെ പോയി? കാലിത്തൊഴുത്തിലേക്ക് പോയി. ടുക്ക് ഷെൽട്ടർ, അഭയം തേടി. ടുക്ക് ഷെൽട്ടർ എന്ന് വെച്ചാൽ അഭയം തേടി. എവിടെയാണ്? ഫൗണ്ട് സെക്യൂരിറ്റി ഇൻ ദ ലോഫ്റ്റ്. ലോഫ്റ്റ് സ്റ്റോറേജ് റൂം, സ്റ്റോറേജ്, സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന റൂമിൽ അഭയം തേടി. ഫ്രം ദെയർ ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദ വെരാന്ത സേയിങ് ഹിസ് പ്രയേഴ്സ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കാണാൻ പറ്റും. ഇവൻ അവിടെ ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന് ഗ്രാൻഡ് ഫാദറിനെ നോക്കിയ ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട്, വെരാന്തയിൽ ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പ്രായമായവരൊക്കെ പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവരാണ്. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ഓടിക്കുന്ന ഒരു പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഗ്രാൻഡ് ഫാദർ അത് കഴിഞ്ഞാൽ മറിഞ്ഞു വീഴുന്നു. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഇപ്പം ഗ്രാൻഡ് മദർ അവനെ ഇരുട്ടിയിട്ടും കാത്തു നിൽക്കുകയാണ്. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ് എന്ന് വെച്ചാൽ അറൈവ്, ഞാൻ എത്താതിരുന്നപ്പോൾ, വരാത്തപ്പോൾ. ഷീ ലുക്ക്ഡ് ഫോർ മീ എവറിവെയർ ഇൻ ദ ഹൗസ്. വീടിനകത്ത് മൊത്തവും നോക്കി. ദെൻ ഷീ കെയിം ഔട്ട് ആൻഡ് ഷൗട്ടഡ് ഫോർ മീ, കോൾഡ് അലൗഡ് ഫോർ മീ. ഉച്ചത്തിൽ ഇവൻ്റെ പേര് വിളിച്ചു. കോൾഡ് അലൗഡ് മീൻസ് ഉച്ചത്തിൽ ഷൗട്ട് ചെയ്തു, പേര് വിളിച്ചു. തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവെയർ ഇൻ ദ ഗാർഡൻ. ഞാൻ ഗാർഡനിലായിരിക്കുമെന്ന് വിചാരിച്ചു, ഞാൻ പൂന്തോട്ടത്തിലായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മുമ്മ ഉച്ചത്തിൽ വിളിച്ചത്. ഹി ഡി നോട്ട് ഗെറ്റ് എനി ആൻസർ. അപ്പോൾ അവർക്കൊരു ആൻസറും കിട്ടിയില്ല. ഗെറ്റ്, ഗോട്ട്, ഗെറ്റ് കിട്ടുന്നു, ഗോട്ട് കിട്ടി. ഗോ, വെൻറ്റ്, ഗോൺ. ദെൻ ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ആസ്ക്ഡ് ഹിം വെയർ ഐ വാസ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഞാൻ എവിടെയാണ്. യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്. ഗ്രാൻഡ് ഫാദർ സെഡ് ഷീ ഈസ് ഹൈഡിങ് സംവെയർ. അപ്പം ലുക്ക് ഫോർ, വീട്ടിനകത്ത് തന്നെ നോക്കുക, അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഹീസ് നോട്ട് ഇൻ ദ ഹൗസ്. ഗ്രാൻഡ് മദർ പറഞ്ഞു, അവൻ വീട്ടിനകത്തില്ല. ഐ ലുക്ക്ഡ് ഫോർ ഹിം എവറിവെയർ. അവനെ എല്ലായിടത്തും ഞാൻ നോക്കി.